ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന റാഷസിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റാഷസ് എന്തുകൊണ്ടാണ് വരുന്നത്, വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ ഡയപ്പർ യൂസ് ചെയ്യുന്നത്, പിന്നെ ക്ലോത്തിന്റെ ഡയപ്പർ യൂസ് ചെയ്യുമ്പം റഷസ് വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കാം. അമിതമായിട്ട് ഡയപ്പർ യൂസേജ് ചില കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. അപ്പൊ അവർക്ക് റാഷസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഡേ നൈറ്റൊക്കെ നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം കൂടുതലാവുമ്പോൾ അല്ലെങ്കിൽ ചില ബ്രാൻഡ് കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിന് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് റാഷസ് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ലൂസ് മോഷൻ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഡയപ്പർ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോഴും വരുന്നുണ്ട്. കാരണം ഈ ലൂസ് മോഷൻ ഒക്കെ ഉള്ള സമയത്ത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ അതുവരെയും ആ ഡയപ്പറിൽ അങ്ങനെ മോഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഭാഗത്ത് അങ്ങനെ അതിന്റെ ആ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പിന്നെ പാൻറ്റീസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം മോഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടും അല്ലേ. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഡയപ്പർ ആകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കുഞ്ഞിന്റെ ആ ദേഹത്ത് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കാരണം നമുക്ക് റാഷസ് വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ അലർജി ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കും ചില ബ്രാൻഡൊന്നും കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അലർജി ഉള്ള കുഞ്ഞുങ്ങൾക്കും ഈ റാഷസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വെറ്റ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഈ വെള്ളം കൊണ്ടൊക്കെ കഴുകുകയാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഈ വെറ്റ് വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ എന്തായാലും കെമിക്കൽസ് ഒക്കെ അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു കെമിക്കൽ ചില കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും റാഷസ് വരുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് നമ്മളിപ്പം അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പം ഉപയോഗിക്കാന്നല്ലാതെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് പൈപ്സ് കൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കെമിക്കൽ ആ കുഞ്ഞിന്റെ ദേഹത്ത് പറ്റാത്തത് കൊണ്ടാണ് റാഷസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അതും റാഷസ് വരാൻ ഒരു കാരണമാണ്. പിന്നെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡയപ്പർ യൂസ് ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് റാഷസ് വരുന്നുണ്ട്. കാരണം അവർക്ക് ആ ഒരു കാറ്റും ഒന്നും കിട്ടാതെ വളരെ ഫിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴും അത് കുറച്ചു നേരം ഇങ്ങനെ അവരുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ആ ഒരു ഇറിറ്റേഷൻ കാരണമൊക്കെ ആ ഭാഗത്ത് ആ ഒരു എന്താ പറയാ കാറ്റൊന്നും കിട്ടാതെയും അങ്ങനെയും റാഷസ് വരുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് വരുമ്പം തന്നെ നല്ല എന്താ പറയാ കടുപ്പത്തിലായിരിക്കും വരും, നല്ല ചുവപ്പോടുകൂടി. ചില കുഞ്ഞുങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടാവും, ചിലർക്ക് അത് പൊട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയും റാഷസ് വരുന്നുണ്ട്. പിന്നെ ഈ അമിതമായിട്ടുള്ള ക്രീമുകളുടെ ഉപയോഗം കാരണം കുഞ്ഞുങ്ങൾക്ക് റാഷസ് വരുന്നുണ്ട്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചില കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റില്ല. അപ്പൊ ചില ക്രീമുകളും ചില കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല. അപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അതുപോലത്തെ റാഷ് ക്രീമെല്ലാം യൂസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾ സ്വയം ഒരു ക്രീം തിരഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യരുത്. ഡോക്ടേഴ്സ് പറയുന്ന ആ കുഞ്ഞിന് ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് ഡോക്ടേഴ്സ് പറയുന്ന ക്രീം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ ഇനി വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളിൽ തന്നെ ഓപ്പോസിറ്റ് ആണ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അമിതമായിട്ടുള്ള ഡയപ്പറിന്റെ ഉപയോഗം കുറക്കുക. പരമാവധി കോട്ടൺ രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങൾ പാൻറ്റീസ് ഒക്കെ ഇട്ട് കൊടുക്കുക. വീട്ടിലുള്ള സമയമാണെങ്കിൽ പരമാവധി അവരെ ഫ്രീ ആയിട്ട് തന്നെ ഒന്നും ഇടിക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കുറച്ചു നേരം അങ്ങനെ വെക്കുക. ഈ റാഷസ് ഉള്ള സമയത്താണെങ്കിൽ പരമാവധി അവരെ ഫ്രീ ആയിട്ട് കാറ്റൊക്കെ തട്ടിയിട്ട് അവരങ്ങനെ കളിച്ചോട്ടെ, ആ ഒരു രീതിയിൽ അങ്ങ് വിടുക. ഫുൾ ടൈം ഡയപ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഇടിയിപ്പിക്കാതിരിക്കുക, അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലുള്ള സമയത്ത് ഈ വൈപ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ നല്ല വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ പ്രൈവറ്റ് പാർട്ടൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് എപ്പോഴും സൂക്ഷിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും ആ ഭാഗത്ത് നനവൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ അവർക്കത് റാഷസ് ആയിട്ട് അത് മാറുന്നത്. അപ്പം അവിടെ ഒരു ചൊറിച്ചില് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്യൂട്ട് ആവുന്ന ഡയപ്പർ ചൂസ് ചെയ്യുക. കാരണം ചില കുഞ്ഞുങ്ങൾക്ക്
ഇപ്പൊ വെയിറ്റ് നോക്കിയിട്ട് മാത്രം നമ്മളിപ്പോ സ്മോള് മീഡിയം എന്നെല്ലാം നോക്കിയിട്ട് മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളത് ഇട്ട് നോക്കുമ്പോൾ ചില ബ്രാൻഡ് അവർക്ക് പാകാവത്തില്ല. അപ്പം ഡയപ്പർ എടുക്കുമ്പം ഒരുപാട് വാങ്ങിക്കാതെ 1-2 പീസ് വാങ്ങിച്ചിട്ട് അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം കൂടുതൽ വാങ്ങിക്കുക. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ക്രീമുകളുടെ ഉപയോഗം കുറച്ച് കുറക്കുക. പിന്നെ അവർക്ക് എന്താ പറയാ, ഈ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പരമാവധി തുണികൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് റാഷസ് ഉള്ള സമയത്ത് അവർക്ക് വൈപ്സിന്റെ യൂസേജ് കുറക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പരമാവധി വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഈ റീയൂസബിൾ ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമ്മളത് ചേഞ്ച് ചെയ്യാതെ ഒത്തിരി നേരം ഒന്നും അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ഡിസ്പോസിബിൾ ഡയപ്പർ പോലെ സാധാരണ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലോത്തിന്റെ ഡയപ്പർ ഉണ്ടല്ലോ, ആ ഡയപ്പർ ഇങ്ങനെ ഒത്തിരി നേരം ഒന്നും വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഇതിപ്പോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിൽ നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ, ഈ കോക്കനട്ട് ഓയിൽ കുറച്ച് നമ്മുടെ കയ്യിലെടുത്തിട്ട് കാലിന്റെ ഇടുക്കിലും ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരുപാട് റാഷസ് കുറക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജനിച്ച ആ ഒരു സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. അവര് ടെഡി എന്നുള്ളൊരു ബ്രാൻഡാണ് യൂസ് ചെയ്തത്. അവര് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷെ വീട്ടിൽ വന്നിട്ട് അത് എനിക്കത് യൂസ് ചെയ്തപ്പം അത്ര ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അബ്സോർപ്ഷൻ ഒന്നും അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് കുറച്ച് നാള് വാങ്ങിയതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല, ആ ഒരു ബ്രാൻഡ് വാങ്ങിച്ചില്ല നമ്മള്. പിന്നെ വാങ്ങിച്ചത് പാമ്പേഴ്സ് ആണ്. ആദ്യകാലങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പം നമ്മള് പാമ്പേഴ്സ് ഈ ഒരു ഇതാണ് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ പിന്നെ വേറെയും ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിമാലയയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ വേറെയും നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. പക്ഷെങ്കിൽ ഇതും അത്ര നല്ലതായിട്ടൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ഇതിന്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഇത് കുറച്ച് ടൈറ്റ് ആണ്. അത്ര നമുക്കിങ്ങനെ എലാസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇച്ചിരി ഒന്ന് ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കാലിന്റെ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഇത്രയും ഗ്യാപ്പാണ് കാണുന്നത്. ഇത്രയും ഗ്യാപ്പ് ആകുമ്പം ലീക്കേജ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാനിപ്പോ അവർക്ക് യൂസ് ചെയ്യുന്നത് മമ്മി പോക്കോ പാൻസ് ആണ്. അപ്പൊ എനിക്കത് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഇത് വാങ്ങിച്ചതാണ്. ഇത് ഞാനിപ്പം പരമാവധി യൂസ് ചെയ്യാറില്ല. അപ്പം അത് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പം വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഭയങ്കര ലീക്കേജ് ആവാൻ സാധ്യതയുണ്ട്. ഇതിനും വലിയൊരു അബ്സോർപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ഉൾവശമൊക്കെ മെറ്റീരിയൽ ഒക്കെ കുറച്ച് സോഫ്റ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ ഉള്ളതായിട്ട് എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, എനിക്കിപ്പം അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ബ്രാൻഡ് എനിക്ക് എന്താ പറയാ, കുറച്ച് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഡയപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പം എൻ്റെ ഒരു ഇതില് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി സ്യൂട്ടായിട്ട് തോന്നുന്നത് എനിക്ക് ഇതാണ്. നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടില്ലേ, ഇത്രയും നല്ലൊരു വീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ ബാൻഡ് കണ്ടില്ലേ, ഇത്ര ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് പോർഷൻ ആണെങ്കിലും അത്ര അങ്ങനെ അങ്ങനെ വലുതായിട്ടുള്ളതല്ല. കാലിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ലീക്കേജ് ഒന്നും വലിയ രീതിയിലില്ല, പരമാവധി ഇല്ലാന്ന് തന്നെ പറയാം. അവർക്ക് അങ്ങനെ ലീക്കേജിന്റെ ഒരു പ്രശ്നം ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതിന് ഈ സൈഡ് വശത്തേക്ക് കളർ ചേഞ്ച് കണ്ടില്ല, അത് നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാനായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഉൾവശമാണെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇടിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ മീഡിയം സ്മോൾ എന്നൊക്കെ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് ഏതാണോ, ചില ബ്രാൻഡിന്റെ മീഡിയം സൈസ് ചില ബ്രാൻഡിലേക്ക് പോകുമ്പോൾ അത് ലാർജ് യൂസ് ചെയ്യേണ്ടി വരും. ചിലർക്ക് അത് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് അവർക്കത് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങളത് ബൾക്കായിട്ട് വാങ്ങിക്കുക. അല്ലെങ്കിൽ
വാങ്ങിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആയി പോകും. പിന്നെ വാങ്ങിച്ചത് കളയാനും പറ്റില്ല, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അപ്പം അത്രയും പൈസയൊക്കെ നമുക്ക് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പം വാങ്ങിക്കുമ്പോൾ തന്നെ ആദ്യം കുറച്ച് വാങ്ങിക്കുക, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് മാത്രം അത് വലിയൊരു 52 പീസിന്റെ 46 പീസിന്റെ ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചത് 46 പീസും പ്ലസ് നാലും കൂടി ഫ്രീ ആയിട്ട് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതില് എക്സ്ട്രാ അബ്സോർബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പ്ലസ് 60% ഡീപ് അബ്സോർബന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എല്ലാ ഡയപ്പേഴ്സിന്റെ മേലെ അവരെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെങ്കിൽ ചിലർക്ക് ചില എന്താ പറയാ, ചില കുഞ്ഞുങ്ങൾക്ക് അത് സ്യൂട്ടായിട്ട് തോന്നില്ല. ചിലർക്ക് അത് ഇപ്പൊ എനിക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് ആ ഒരു ബ്രാൻഡ്, കുറച്ച് നല്ല ബ്രാൻഡ് തന്നെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പരമാവധി ഡയപ്പർ യൂസേജ് കുറക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നൈറ്റിലൊക്കെ നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ തുണിയുടെ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഉറക്കം പോവും. പിന്നെ ഒരു ഉറക്കമൊക്കെ വന്ന് അവർ ഉറങ്ങി കിട്ടണമെങ്കിൽ കുറച്ചൊരു ടൈമൊക്കെ എടുക്കും. അവരുടെ ഉറക്കം പോകും. പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയിരിക്കുമല്ലോ ക്ഷീണം പിടിച്ച് നമ്മൾ ഉറങ്ങുമായിരിക്കും. അപ്പം നമ്മളും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം രാത്രിയിൽ ഡയപ്പർ 1-2 ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ പരമാവധി അതും കുറക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. ഇപ്പം എനിക്ക് ട്വിൻസ് ബേബീസ് ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം രാത്രിയിൽ ഡയപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം രണ്ടുപേരും ഒരുപോലെ എഴുന്നേറ്റ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ആരും നോക്കാനൊന്നുമില്ല. അപ്പം നമുക്ക് ഒട്ടും റെസ്റ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കും കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്കൊരു ഇത് വേണ്ടേ. അപ്പം അതുകൊണ്ട് നൈറ്റിൽ അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇപ്പൊ ഞാൻ പരമാവധി അതും കുറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പരമാവധി റാഷസ് ഒക്കെ കുറക്കാൻ പറ്റും. റാഷസ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് കൂടുതലാവാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. കാരണം കൂടുതലായി കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കും അതൊരു വിഷമായിരിക്കും. അതുകൊണ്ട് ആ ചെറിയ രീതിയിൽ ചുവപ്പ് കാര്യങ്ങൾ, ചെറിയ രീതിയിൽ പിമ്പിൾസ് ഒക്കെ കാണുമ്പോഴും തന്നെ കാണിച്ചിട്ട് അവർക്ക് സ്യൂട്ട് ആവുന്ന ഒരു റാഷ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പൊ അങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.